യൂട്യൂബിലിടാമേ. ആ ഉണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഔട്ട്ഡോർ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പോകണുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഞാനും അമ്മയും അനിയത്തിയും അമ്മാമ്മയും കൂടെയാണ് കേട്ടോ യാത്ര തിരിച്ചത്. അപ്പോൾ നമ്മൾ നടന്ന് അവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബസ്സൊക്കെ കയറി നമ്മളൊരു മാർക്കറ്റിലാണ് എത്തിയിട്ടുള്ളത്. ഇത് ബാലരാമപുരമാണ് സ്ഥലം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ നടന്നു പോയപ്പോഴാണ് അവിടെ മലക്കറി വിൽപ്പന കണ്ടത്. അപ്പോഴേ രണ്ടും അമ്മുമ്മമാരാണ് അവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നത്. പയറ്, വാഴയ്ക്ക, ഇഞ്ചി, വെള്ളരിക്ക, തക്കാളി, മുരിങ്ങയ്ക്ക, കാന്താരിമുളക്, അച്ചാറ്, പച്ചമഞ്ഞ, മീൻകറി. 9 മണിയാകുമ്പോൾ അമ്മച്ചിയുടെ വീട് എവിടെ? താങ്ക് യു. ഞാൻ യൂട്യൂബിലിടാമേ. ഓ ഇപ്പോൾ 2 അമ്മൂമ്മമാരോടും ഞാൻ നല്ല ഫ്രണ്ട്ലി ആയി കേട്ടോ. രണ്ടുപേരും എനിക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് അവിടെ നിന്ന് മഞ്ഞ തന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒരുപാട് അമ്മൂമ്മമാർ എൻ്റെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയി കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അവിടെ സൈഡിലായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ, സ്റ്റീൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പം മീനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ അങ്ങ് നടന്നുകൊണ്ടിരിക്കുക. വലിയൊരു മലക്കറി കട ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. തക്കാളി, പയറ്, വഴുതനങ്ങ, കത്തിരിക്ക, അതുപോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിൽ കുറച്ച് 100 രൂപയുടെ മലക്കറി വാങ്ങിച്ചു. എക്സ്ട്രാ ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ താങ്കളാണെങ്കിൽ നമുക്ക് കവറിലാക്കി സാധനങ്ങൾ തരുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിൽ പോയത് ഒരു വൈകുന്നേര സമയത്താണ്. അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറവായിരുന്നു. രാവിലെയൊക്കെ നല്ല അത്യാവശ്യം തിരക്കൊക്കെ കാണും. നമ്മൾ പിന്നെ മലക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ മാർക്കറ്റിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു ചെരുപ്പ് കട കണ്ടത്. അവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. 200 രൂപയുടെയൊക്കെ ചെരുപ്പുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതൊന്നും മേടിച്ചില്ല. നമ്മൾ പിന്നെ ഒരു ഇട റോഡിൽ വരെ പോയി. ഇത് നമ്മൾ കുമാർ ഫാൻസിയിലാണ് നിൽക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വരണമെന്ന് വെച്ചാൽ വരിക. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. വെളിയിലും അകത്തുമായിട്ട് ഒരുപാട് സാധനങ്ങൾ വച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതും ഒക്കെയാണ്. ഇതിൽ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ക്ലിപ്പ്, സ്ലൈഡ്, അതുപോലെ എല്ലാ ഓർണമെൻറ്റ്സും ഇവിടെ ലഭ്യമാണ്. അങ്ങനെ ഒരുപാട് കളറിലുള്ള വളകളൊക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വളകൾ. എനിക്ക് ഇതിലത്തെ കളക്ഷൻസ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം വേണമെന്നുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കുക. കടയുടെ പേരെന്ന് പറയുന്നത് കുമാർ ഫാൻസിയാണ്. ബാലരാമപുരം മാർക്കറ്റിൻ്റെ ഇപ്പുറത്ത് ഇട റോഡ് വഴിയാണ് ഈ ഒരു കടയിൽ എത്താൻ പറ്റുക. ഞാൻ അങ്ങനെ ഫാൻസി കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്ന അളവിൽ അവർ എടുത്തു തരെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് കയ്യിൽ അളവുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ജിമിക്ക ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ചെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ നിന്ന് നല്ല കളക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ലാതെ നമുക്ക് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ചെയിൻസ്, മാലകളും ഒക്കെ ഉണ്ടായിരുന്നു. കുപ്പിവള, അതുപോലെ തന്നെ മെറ്റൽ വള എല്ലാം ലഭ്യമാണ് ഇവിടെ. പിന്നെ ഒരുപാട് ക്യൂടെക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇതിൽ 2 സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പിങ്കും ഒരു ബ്രൗണും. പിന്നെ ഇവിടെ മേക്കപ്പ് സെറ്റൊക്കെ ഉണ്ട്. പിന്നെ കീ ചെയിൻ, അതുപോലെ തന്നെ സ്ലൈഡ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടി ആയിട്ടുള്ള സ്ലൈഡൊക്കെ ഉണ്ട്. ക്ലിപ്പ്, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബണ്ണ്, ചെയിൻ അല്ലാതെ ഒരുപാട് മുത്തുമാലകളൊക്കെ ഉണ്ടായിരുന്നു.
ഞാനും എൻ്റെ അനിയത്തിയും മേടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ബില്ല് ചെയ്യുവാണ്. പൈസയൊക്കെ കൊടുത്ത് സെറ്റായിട്ട് നമ്മളാണെങ്കിൽ വെളിയിറങ്ങി ഒരു എന്താണ് കടയൊക്കെ ഞാൻ നല്ലപോലെ കണ്ടു. അവിടെയൊക്കെയാണെങ്കിൽ നല്ല കളക്ഷൻ, ഡ്രസ്സിൻ്റെ നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കളക്ഷൻസും ഈ ഒരു ബാലരാമപുരത്തും ഉണ്ട്. വന്നാൽ തന്നെ നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ കടകളുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാം. അന്ന് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ആട്ടോ ഒക്കെ പിടിച്ച് നമ്മൾ സെറ്റായിരിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം വണ്ടി എടുത്തു. അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ശ്രീകൃഷ്ണ ജയന്തിയായിട്ടനുബന്ധിച്ച് ഒരു ചെറിയ ഘോഷയാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് വണ്ടി പതുക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കെ വഴിയോരത്ത് ഇതുപോലെ തന്നെ മീൻ വിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് തുടങ്ങിയ ഈ ഒരു മീൻ വിൽപ്പന രാത്രി 10 വരെയാണ് ഈ ഒരു വിൽപ്പന തുടരുന്നത്. ഒരുപാട് ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ മീൻ. വലിയ സൈസ്, ചെറിയ സൈസ്, കൊഞ്ച്, കണവ, ചൂര, അതുപോലെ തന്നെ ഒരുപാട് മീനുകൾ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇങ്ങനെ വീടെത്തിയിട്ടുണ്ട്. അങ്ങനെ ആട്ടോയിലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.